എപ്പോഴും നമ്മൾ ഗ്രഹങ്ങൾ, അതായത് ഗ്രഹങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവേഷനാണ് രത്നങ്ങൾ ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷനെ ഒന്ന് ട്രിഗർ ചെയ്യിക്കുക, ആക്ടിവേറ്റ് ചെയ്യിക്കുക ആണ് രത്നങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു നെഗറ്റീവായിട്ട്, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷൻ നിൽക്കുന്ന വ്യാഴത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ നോക്കരുത്. അതായത് നമുക്കിപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ചിങ്ങലഗ്നം എന്ന് സൂര്യൻ്റെ ലഗ്നമാണ്. വ്യാഴം പോയി 6th ഹൗസിൽ പോയി നിൽക്കുന്നത്. 6th എന്ന് പറയുന്നത് രോഗം, അതുപോലെ തന്നെ കടങ്ങൾ, ബാധ്യതകൾ, ശത്രുക്കൾ എന്നൊക്കെ പറയുന്നതെല്ലാം 6th ഹൗസിനെയാണ്. അപ്പോൾ 6th 8th ഹൗസ് എപ്പോഴും ഒരാൾക്കും അത്ര നല്ല ഹൗസസ് അല്ല. അവരുടെയൊക്കെ ആ ദശാകാലങ്ങളൊക്കെ നമുക്കൊരു സ്ട്രഗിളിങ് ആയിരിക്കും. ഇപ്പോൾ 6th ഹൗസിൽ വ്യാഴം നിന്നപ്പം ചിങ്ങത്തിൻ്റെ 6th ഹൗസ് എന്ന് പറഞ്ഞ് മകരം വ്യാഴത്തിൻ്റെ നീച ഹൗസാണ്. അപ്പോൾ അത് അവർക്ക് വ്യാഴത്തിൻ്റെ ആ നീച 6th ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും രോഗം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഈ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ്, ഫാറ്റി ലിവറൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അവർക്ക് നമുക്ക് വ്യാഴത്തിൻ്റെ രത്നം കൊടുക്കാറില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികൾ ഒരിക്കലും ഈ പറയുന്ന യെല്ലോ സഫയർ ഉപയോഗിക്കരുത്. അതാണ് അതിനകത്ത്. ചിങ്ങലഗ്നം 6ൽ വ്യാഴം നീചപ്പെട്ട് നിന്നാലും കൊടുക്കാനില്ല. ഇപ്പം അതിനകത്ത് നീച ഭംഗമൊക്കെ വന്നാൽ പോലും വ്യാഴം നീചത്തിലാണല്ലോ. രത്നം ഉപയോഗിക്കുന്നത് നീചഭംഗം കൊണ്ട് ഗുണങ്ങളുണ്ടാവും, എന്നാൽ പോലും രത്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ രത്നം ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല.